കണ്ണുകളിൽ നല്ല വെളിച്ചം അടിച്ചപ്പോഴാണ് രേണു പിറ്റേന്ന് ഉറക്കമുണർന്നത്. ക്ലോക്കിൽ നോക്കിയ അവൾ ഞെട്ടി. എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരുപാട് താമസിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് കിടക്കുന്നവനെ അവൾ നോക്കി. പെട്ടെന്നാണ് ഇന്നലത്തെ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് വന്നത്. പുതുപ്പിനുള്ളിൽ താൻ നഗ്നയാണ്. ഇപ്പോഴും തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൾക്കാകെ നാണവും പരവേശവും തോന്നി. എണീക്കാനോ പിന്നോട്ട് മാറാനോ കഴിയാതെ അവൾ അതേ കിടപ്പ് കിടന്നു. അവളുടെ ദേഹത്തിൻ്റെ ഉലച്ചിൽ കാരണം അവനും പയ്യെ കണ്ണുകൾ തുറന്നു. രേണുവിൻ്റെ മുഖം കണ്ടപ്പോഴേക്കും അവന് ചിരി പൊട്ടി. എന്തു പറ്റി ഫൂലൻ ദേവിക്ക്? ഭയങ്കര നാണമാണല്ലോ. ആദ്യേട്ടൻ എഴുന്നേറ്റ് മാറിക്കേ, എന്നിട്ട് പുറത്തു പോ. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുള്ളൂ. ആണോ? എന്നാൽ എനിക്ക് മനസ്സില്ല. നീ വേണമെങ്കിൽ ആദ്യം എഴുന്നേറ്റ് പോക്കോ. ഞാൻ ഇങ്ങനെ തന്നെ കിടക്കാൻ പോവാ. പ്ലീസ് ആദ്യേട്ടാ, ചെറിയമ്മ എന്ത് വിചാരിക്കും? സമയം ഇപ്പോൾ തന്നെ ഒരുപാടായി. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിനക്ക് വേണമെങ്കിൽ നീ എഴുന്നേറ്റോ. അവൻ മുഖം ചുളിച്ച് അവനെ നോക്കിക്കിടന്നു. പുതപ്പുയർത്തി അവൻ താഴേക്ക് നോക്കുന്നത് കണ്ടതും അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു. നോക്കാതെ ആദ്യേട്ടാ, എനിക്കെന്തോ പോലെ. നീ ഇങ്ങനെ ഒട്ടി വന്നാൽ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഒടുവെ എൻ്റെ കൺട്രോൾ പോകും. അതുകൊണ്ട് മര്യാദയ്ക്ക് കിടക്കു കൊച്ചേ. ആദ്യേട്ടാ, അവൾ കൊഞ്ചലോടെ വിളിച്ചു. പ്ലീസ് ഒരു തവണത്തേക്ക് എഴുന്നേറ്റ് പോകാം. പക്ഷെ ഞാൻ കുടിച്ചു കൊണ്ട് വന്നതിൻ്റെ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയണം. എന്നാൽ ഞാൻ എഴുന്നേറ്റ് പൊക്കോളാം. അയ്യോ, ഒന്നും സംഭവിച്ചില്ല. ആദ്യേട്ടൻ വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ സംസാരിച്ച്. അത് കഴിഞ്ഞതും ആദ്യേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ കൂർക്കം വലിച്ചു ഉറങ്ങാൻ തുടങ്ങി. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതെനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് അറിയാതെ ഓണാക്കിയിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. രേണു അന്തം വിട്ടു നിന്നു. എന്നിട്ടാണോ ഇന്നലെ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്? ദുഷ്ടൻ. അവളുടെ പരിഭവം കണ്ട് അവന് ചിരി വന്നു. അതിനെന്താ പൊന്നെ, ഞാനും നീയും എന്നായാലും ഒന്നാകേണ്ടവരാണ്. എനിക്ക് നിന്നെ കണ്ടുകൊണ്ട് ഒരുപാട് കാലമൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ വേണം എല്ലാ രീതിയിലും. ഇന്നലെ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. രേണുവിന് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ നാണമായി. ഒരുപാട് നേരം അവളെ ബുദ്ധിമുട്ടിക്കാതെ അവൻ എഴുന്നേറ്റു. അയ്യേ, ഈ മനുഷ്യൻ നാണവുമില്ല. കൈകൊണ്ട് അവൾ മുഖം പൊത്തി. എന്താടി നിനക്ക് പ്രശ്നം? ജൂനിയർ ആദിയെ നീ ഒന്ന് കണ്ണ് തുറന്ന് നോക്ക് നേരെ. നിന്റെ സ്വന്തം തന്നെയാണ്. ജൂനിയർ ആദിയോ? അതാരാ? അവൾക്ക് പെട്ടെന്ന് കത്തിയില്ല. ഒരു വിരൽ മാത്രം മാറ്റി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടം പോയ ഭാഗത്തേക്ക് അവളുടെ കണ്ണുകളും ചെന്നു. അയ്യേ, എന്തൊക്കെയാ പറയുന്നത്? നാണമില്ലാത്ത മനുഷ്യൻ. എനിക്കെന്തിന് നാണം? ഇനി മുതൽ നിന്റെ സ്വന്തമായതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് പോയി തരും മനുഷ്യ. ഒരു ജൂനിയർ ആദി. എനിക്ക് ഫ്രഷായി ചെറുമ്മയുടെ അടുത്ത് പോകണം. അവളുടെ സംസാരവും ഭാവമൊക്കെ കണ്ട് പൊട്ടിച്ചിരിയോടെ ആദ്യ ബാത്റൂമിലേക്ക് കയറി. ആ സമയം കൊണ്ട് തന്നെ രേണു ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്ത് ധരിച്ചു. അവൻ ഇറങ്ങിയതും അവനെ തള്ളി മാറ്റി ബാത്റൂമിലേക്ക് ഓടി. അവളുടെ പോക്ക് കണ്ടതും അവന് വീണ്ടും ചിരിയായി. അകത്തേക്ക് കയറുന്നതിനിടെ രേണുവും കേട്ടിരുന്നു അവൻ്റെ ചിരി. അവൾക്ക് വല്ലാത്ത നാണം തോന്നി. ആദ്യയുടെ കണ്ണ് വെട്ടിച്ച് നടന്നു രേണു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും രേണു സുലോചനയെ വിളിച്ചു. അവൾക്ക് ആ അന്തരീക്ഷമൊക്കെ ഇഷ്ടമായി. ഗീതുവിൻ്റെ ആൻറ്റി നന്നായി തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ വീട് അടച്ചിട്ടിരിക്കുന്നതും ജോലിക്ക് പോകാൻ കഴിയാത്തതും അവർക്കൊരു വിഷമം തന്നെയാണ്. ആൻറ്റി നടത്തുന്ന തയ്യൽ യൂണിറ്റിലേക്ക് ചേരാൻ സുലോചനയെ അവർ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു മടി പോലെ. ഇക്കാര്യം അറിഞ്ഞതും രേണുവും അമ്മയെ നിർബന്ധിച്ചു. വെറുതെ ഇരിക്കുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലും ജോലി ചെയ്യുന്നത്. രേണുവിൻ്റെ സ്വരത്തിൽ സന്തോഷം അറിഞ്ഞപ്പോൾ സുലോചനയ്ക്കും സമാധാനമായി. അവർക്ക് പേടിയുണ്ടായിരുന്നു. ആഗ്രഹിക്കാത്ത ജീവിതത്തിലേക്ക് മകളെ തള്ളിവിട്ടത് ഒടുവിൽ അവളുടെ സമാധാനം കളയുന്നതിന് തുല്യമായിരിക്കുമോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും വലുത് അവളുടെ സുരക്ഷിതത്വമാണ്. ഏറെ നേരം അവൾ സുലോചനയുമായി സംസാരിച്ചു. ആദ്യം തയ്യാറായി പുറത്തേക്ക് പോയി. ആര്യയെയും ഗീതുവിനെയും കാണാൻ വേണ്ടിയാണ്. അവൻ പോയതും രേണുവിന് സമാധാനമായി. എന്തോ അവന് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു നാണം തോന്നുന്നു. അവൾ ചെറിയമ്മയെ സഹായിച്ചു. അവരുടെ ഒപ്പം കൂടി. ശൈലജയാണെങ്കിൽ എല്ലാ ജോലിയും അവളെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. ഒരിക്കലും ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നതായി അവൾക്ക് തോന്നാൻ പാടില്ല എന്നൊരു നിർബന്ധം അവർക്കുണ്ടായിരുന്നു. ഒപ്പം ആദിയുടെയും ദേവിൻ്റെയും കുഞ്ഞിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തുടങ്ങി. അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ആദ്യമൊക്കെ ആദി തന്നെ കൂട്ടാൻ തയ്യാറായിരുന്നില്ല. രണ്ടാനമ്മ അങ്ങനെ ചെയ്യുമെന്നും ഇങ്ങനെ ചെയ്യുമെന്നും ഉള്ള വിഷം പുരട്ടിയ ചിന്തകൾ ആദിയുടെ മനസ്സിൽ ബന്ധുക്കളൊക്കെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു.
പാവപ്പെട്ട വീട്ടിൽ നിന്നും ശൈലജയെ ബാലചന്ദ്രൻ കല്യാണം കഴിച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഒരുപാട് നാള് ആദി അവരെ അടുപ്പിക്കില്ലായിരുന്നു. അമ്മയെന്ന് പലതവണ ബാലചന്ദ്രൻ പറഞ്ഞിട്ടും ആദി ചെറിയമ്മ എന്ന് മാത്രമേ വിളിച്ചുള്ളൂ. പക്ഷേ അവരുടെ സ്നേഹത്തിന് മുന്നിൽ ആദിയുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. പിന്നെ ദേവിന് ഗർഭിണിയായപ്പോഴും ആദിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അനിയനോ അനിയത്തിയോ തനിക്ക് ഉണ്ടാകുന്നത് ആലോചിച്ച് അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവനെ കുളിപ്പിക്കുമ്പോഴും ആഹാരം കൊടുക്കുമ്പോഴുമൊക്കെയും ശൈലജയുടെ ചുറ്റും ആദ്യം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ നഴ്സറിയിൽ കൊണ്ടുപോകുന്നതും പിന്നീട് സ്കൂളിലേക്ക് ആക്കിയപ്പോഴുമൊക്കെ ആദ്യ അഭിമാനത്തോടെ തൻ്റെ അനിയനെ കൊണ്ട് നടക്കുമായിരുന്നു. രണ്ട് മക്കളുടെയും കാര്യം പറഞ്ഞപ്പോഴേക്കും ശൈലജയുടെ കണ്ണുകൾ നിറഞ്ഞു. ബാലേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും രേണു. ദേവ് ഒരു പാവം കുഞ്ഞായിരുന്നു. അധികം ബഹളത്തിനൊന്നും പോകില്ല. കോളേജൊക്കെ എത്തിയപ്പോൾ ആദ്യം ഭയങ്കര ബഹളക്കാരനായിരുന്നു. മിക്കവാറും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ബാലേട്ടൻ്റെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കുക അവൻ്റെ സ്ഥിരം പണിയായിരുന്നു. പക്ഷെ എന്നോട് ബാലേട്ടൻ പറയും അവൻ അവൻ്റെ കോളേജ് കാലം ആസ്വദിക്കുകയാണ്. ചെറുപ്പത്തിലെ കുടുംബത്തിൻ്റെ ഭാരം എടുത്ത് തലയിൽ വെച്ചതായിരുന്നു ബാലേട്ടൻ. അതുകൊണ്ട് തന്നെ ആദിയുടെ കുറുമ്പും മറ്റും ബാലേട്ടൻ നന്നായി ആസ്വദിച്ചു. പരിധി വിടുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം അവനെ വിളിച്ച് ഗൗരവമായി സംസാരിക്കും. ഊർക്കപ്പുറത്തുള്ള ബാലേട്ടൻ്റെ മരണം ഞങ്ങളെ ആകെ തളർത്തി കളഞ്ഞു. ആദിയുടെ തലയിലേക്ക് ഉത്തരവാദിത്വങ്ങൾ കൊടുക്കേണ്ടി വന്നു. ശ്രീയേട്ടൻ ഉണ്ടായിരുന്നതാണ് ഏക ആശ്വാസം. ബാലേട്ടൻ പോയതോടെ ആദ്യം വല്ലാതെ ഒതുങ്ങി. അവൻ്റെ കുസൃതികളും കുറുമ്പുകളും ഒക്കെ മാറ്റി ഗൗരവക്കാരനായ ബിസിനസ്സുകാരനായി വളർന്നു. ബിസിനസ്സിൽ ബാലേട്ടൻ്റെ ബുദ്ധിയാണ് അവന്. അവൻ ഒറ്റയ്ക്ക് കൈകാര്യങ്ങൾ ചെയ്യുമെന്ന് മനസ്സിലായപ്പോഴാണ് ശ്രീയേട്ടൻ നാട്ടിലേക്ക് പോയത്. ആദ്യപറ്റി ശൈലജ പറയുന്ന ഓരോ കാര്യങ്ങളും രേണു മനസ്സിലേക്ക് പതിപ്പിച്ചു. അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നി. അതേസമയം ചികിത്സിക്കുന്ന ഡോക്ടറോട് സംസാരിക്കുകയായിരുന്നു ആദി. ഒപ്പം ആര്യനുമുണ്ട്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആദി. ദീപ്തിക്ക് ഇനി എഴുന്നേറ്റ് നടക്കാനാകില്ല. ബാക്കി മുറിവുകളൊക്കെ ഏകദേശം ഭേദമായിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇവിടെ തന്നെ അവളെ കിടത്താൻ പറ്റുമോ? അത് പറ്റില്ല ആദി. എങ്കിലും ഈ ന്യൂസ് പുറത്തു പോകും. ഇപ്പോൾ തന്നെ പേരൻസ് ഒന്നുമില്ല. എല്ലാം ഗാർഡിയൻ എന്ന് പറഞ്ഞ് താൻ നോക്കുന്നതാണ്. ഡിസ്ചാർജ് ആയ പേഷ്യൻറ്റിനെ ഇവിടെ തന്നെ നിർത്തുന്നത് ആർക്കെങ്കിലും സംശയം വരുത്താൻ ചാൻസ് ഉണ്ട്. ആ കുട്ടിയുടെ ജീവന് ഭീഷണി ഉള്ളതല്ലേ. അപ്പോൾ അറിഞ്ഞുകൊണ്ടൊരു റിസ്ക് എടുക്കുന്നത് പോലെയാകും. അത് വേണ്ട ഡോക്ടർ, വേറെ എന്തെങ്കിലും വഴി ആലോചിക്കാം, ആര്യൻ പറഞ്ഞു. ആദ്യമൊന്നും മിണ്ടിയില്ല. താൻ ഡെസ്പാകേണ്ടാതെ, എനിക്കൊരു കെയർ ഹോം അറിയാം. അവിടേക്ക് മാറ്റാൻ ദീപ്തിയെ. എൻ്റെ സുഹൃത്താണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂസ് പുറത്തു പോകാതെ നമുക്ക് നോക്കാം. മാസം തോറുമുള്ള ഫീസ് അടച്ചാൽ മാത്രം മതി. വേറൊന്നും നിങ്ങൾ അറിയേണ്ട. ഭക്ഷണം, ചികിത്സ എല്ലാം അവർ നോക്കിക്കോളും. എന്നാൽ അത് മതി ഡോക്ടർ. എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് അറിയിക്ക്. ആദ്യം ആര്യനും അവിടെ നിന്നും ഇറങ്ങി. ആദ്യം വന്നതിന് ശേഷമാണ് 3 പേരും കഴിക്കാനിരുന്നത്. ദേവ് പുറത്തു പോയിരുന്നു. ഊണ് കഴിക്കുന്ന നേരം പലപ്പോഴും ആദിയുടെ നോട്ടം രേണുവിലേക്കെത്തി. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അടുക്കള ഒതുക്കി ശൈലജ കിടക്കാനായി പോയി. അവർക്കെന്നും ഉള്ളതാണ് ഉച്ചയ്ക്കൊരു ഉറക്കം. രേണു അവിടെയും ഇവിടെയുമായി വെറുതെ കറങ്ങി നടന്നു. എന്നാൽ ഉടനെ തന്നെ ആദിയുടെ വിളി വന്നു. രേണു, കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവാ. രേണു ഒന്നും ഞെട്ടി. അവൻ്റെ മുന്നിലേക്ക് പോകാതെ ഒഴിഞ്ഞു നടക്കുകയായിരുന്നു. വെള്ളമല്ലേ ചോദിച്ചത്? കൊണ്ടു കൊടുത്തിട്ട് വന്ന് വല്ല സിനിമയും കാണാം എന്ന വിചാരത്തോടെ ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് രേണു റൂമിലേക്ക് നടന്നു. അകത്തേക്ക് കയറിയതേ ഉള്ളൂ. ആദിയുടെ കൈകൾ അവളെ വട്ടം പിടിച്ചു. എവിടെയാടി ഒളിച്ചു നടക്കുന്നത്? വീടാദ്യേട്ടാ, വെള്ളം പിടിക്ക്, ഞാൻ പോണു. അവൾ കുതറി. പറ്റില്ല, വിടില്ല. വെള്ളത്തിൻ്റെ കുപ്പി വാങ്ങി ആദി അത് അവളുടെ വയറ്റിൽ ചേർത്ത് പിടിച്ചു. തണുപ്പേറ്റ് രേണു ആകെ പിടഞ്ഞു. അവളെയും ചേർത്ത് പിടിച്ച് അടപ്പ് തുറന്ന വെള്ളം വായിലേക്ക് ഒഴിച്ചു ആദി. എന്നിട്ട് അവൾക്കും വായ തുറന്നു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുതറിയ രേണുവിൻ്റെ കഴുത്തിലൂടെ വെള്ളം താഴേക്കൊഴുകി. അതിനെയൊക്കെ ഒപ്പെടുത്ത് ആദിയുടെ നാവും. വിട്ടേ ആദ്യേട്ടാ. അവൾ കുതറിക്കൊണ്ട് പിടിച്ചൊരു തള്ള്. ഓർക്കാപ്പുറത്തായതുകൊണ്ട് നിയന്ത്രണമില്ലാതെ ആദ്യ പിന്നിലേക്ക് മലച്ചു വീണു. ഒരു കൈയിൽ അവൻ രേണുവിനെയും പിടിച്ചിരുന്നു. ബെഡിലേക്ക് വീണവൻ്റെ പുറത്തേക്ക് അലച്ചു തള്ളി രേണു വീണു. ഹോ, എഴുന്നേറ്റ് മാറടി. ആദിയുടെ വേദനയോടുള്ള ശബ്ദം കേട്ടതും കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ അവൾ നോക്കി. വീഴ്ചയിൽ അവൻ മർമ്മഭാഗത്താണ് തൻ്റെ മുട്ടുകൈ ഊന്നിയത്. രേണു പെട്ടെന്ന് എഴുന്നേറ്റ് മാറി. ആദ്യം എങ്ങനെയൊക്കെയോ ഉരുണ്ട് പിരണ്ട് എഴുന്നേറ്റ് ചാട്ടം തുടങ്ങി. നശിപ്പിച്ച് കളഞ്ഞല്ലോടി. എന്തെല്ലാം പ്ലാൻ ചെയ്ത് വന്നതാ. ഒരുവിധം ഓക്കെയായപ്പോൾ അവൻ അവളെ നേർക്ക് ദയനീയമായി നോക്കി. രേണുവിനാണെങ്കിൽ അവൻ്റെ വേദന കണ്ട് പാവം തോന്നി. പക്ഷെ അവൻ്റെ പറച്ചി കേട്ടപ്പോൾ ചിരിയും വന്നു. അവൾ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരി അമർത്തി. പോടി ദുഷ്ടേ, ഇതിൻ്റെ പ്രതികാരം എല്ലാം കൂടി ചേർത്ത് ഞാൻ തന്നോളാം.
അവൻ പതിയെ നടന്ന് ബാത്റൂമിലേക്ക് കയറിപ്പോയി. കടിച്ചു പിടിച്ച രേണുവിൻ്റെ ചിരി പൊട്ടിച്ചിരിയായി മാറിയിരുന്നു. 2 നിമിഷം കഴിഞ്ഞതും ആദി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ബെഡിലേക്ക് മലന്ന് കിടക്കുന്നവൻ്റെ അടുത്തേക്ക് അവളും കിടന്നു. സോറി, അറിയാതെ സംഭവിച്ചു പോയതാ. അവനൊന്നും മിണ്ടിയില്ല. അവൻ്റെ കൈയെടുത്ത് തൻ്റെ തലയ്ക്ക് കീഴെ വെച്ചവൾ പിന്നെ അതിലേക്ക് കയറി കിടന്നു. എന്നിട്ടും അവൻ ചേർത്ത് പിടിച്ചില്ല. ആദ്യേട്ടാ, അവൾ ചിണുങ്ങിക്കൊണ്ട് വീണ്ടും വിളിച്ചു. ഏട്ടൻ്റെ ഭാഗത്താണ് തെറ്റ്. ഊർക്കപ്പുറത്ത് എന്ന് കയറി പിടിക്കുന്നത് എന്തിനാ? പെട്ടെന്നുള്ള ഷോക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാ പിടിച്ച് തള്ളിയത്. പരിഭവത്തോടെ പറയുന്ന അവളെ കണ്ടതും അവൻ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. എനിക്കറിയാം ഡി, എനിക്ക് നിന്നെ കാണുമ്പോൾ ആക്രാന്തം വരും. ഞാൻ എന്ത് ചെയ്യാനാ? അത്രയ്ക്ക് ആക്രാന്തം പാടില്ല മോനെ. പയ്യെ തിന്ന പനയും തിന്ന എന്നല്ലേ രേണു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഒന്ന് മൂളിയിട്ടാണ് ആദിക്ക് അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായത്. അവൻ അന്തം വിട്ട് അവളെ നോക്കി. വല്ലാത്ത നാണത്തോടെ ചിരിയോടെ കിടപ്പുണ്ടവൾ. നിനക്ക് സമ്മതമാണോ രേണു? പൂർണ്ണമായിട്ടും സമ്മതമാണോ? ഇന്ന് മൂളിക്കൊണ്ട് അവൾ കൈയെടുത്ത് മുഖം മറച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു ആവേശത്തോടെ അവളുടെ ചുണ്ടുകൾ അവൻ നുണഞ്ഞു. ഒപ്പം കൈകൾ അവളുടെ വസ്ത്രങ്ങൾ മാറ്റി തുടങ്ങി. നിമിഷങ്ങൾ കൊണ്ടവർ വിവസ്ത്രരായി. അവൾ ആകെ ഉണർന്നു എന്ന് മനസ്സിലായതും അവൻ അടുത്ത ഘട്ടത്തിലേക്ക് പ്രയാണം ആരംഭിച്ചു. അവളിൽ നിന്നും വേദനയുടെ ശബ്ദം ഉയർന്നതും അവൻ പിന്മാറി. കണ്ണുകൾ നിറച്ച് തന്നെ നോക്കുന്നവളെ കണ്ടതും വേദനിപ്പിക്കാൻ കഴിയാതെ അവൻ എഴുന്നേറ്റ് മാറി. വിഷമം ആയോ ആദ്യേട്ടാ? അവളുടെ ചിലമ്പിച്ച സ്വരം കേട്ടതും അവന് ചിരിയായി. അവളെ എടുത്തുയർത്തി മടിയിലേക്ക് ഇരുത്തിയവൻ. എൻ്റെ പെണ്ണെ, ഇതൊക്കെ സഹജമാണ്. നോവലുകളിലും സിനിമയിലുമൊക്കെ കാണുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ടൊന്നും നടക്കില്ല. നമുക്ക് പയ്യെ പോകാം. അവൾക്ക് സമാധാനമായി അവനെ പുണർന്നു ചുംബിച്ചവൾ. വൈകുന്നേരം ചായ കുടിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു ആദ്യം ശൈലജയും. രേണു ഫോണിൽ അമ്മയോട് സംസാരിച്ചു കൊണ്ട് അകത്തിരിക്കുകയാണ്. ഗേറ്റിന് മുന്നിൽ പരിചയമില്ലാത്ത ഒരു കാർ വന്നതും ആദ്യം അങ്ങോട്ടേക്ക് നോക്കി. അതിൽ നിന്നും ഇറങ്ങി വരുന്ന അഞ്ജലിയെ കണ്ടതും അവൻ അമ്പരന്നു. മുകളിലത്തെ നിലയിൽ നിന്നും അഞ്ജലിയെ കണ്ട ദേവിൻ്റെ കണ്ണുകൾ വിടർന്നു. പതിയെ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ശൈലജയും ആകെ അമ്പരപ്പോടെ എഴുന്നേറ്റു. അവരെ കണ്ടതും അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അഞ്ജുമോളെ, നീ എപ്പോഴാ നാട്ടിൽ വന്നേ? ഗീതു ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വന്ന കാര്യം ചേച്ചി അറിഞ്ഞിട്ടില്ല ശാലുമ്മ. അച്ഛനും ചേച്ചിയും തമ്മിൽ എന്തോ കാര്യത്തിന് വഴക്കാണ്. അതുകൊണ്ട് തന്നെ വന്ന കാര്യം ആരോടും പറയണ്ട എന്ന് എന്നെ ചട്ടം കെട്ടിയിരുന്നു. ചേച്ചി എന്നോട് അങ്ങനെ സംസാരിക്കാറുമില്ല. അവൾ അതും പറഞ്ഞ് ആദിയെ നോക്കി. അവൻ ഒന്നും മിണ്ടാതെ നിൽപ്പാണ്. അയ്യോ, മോൾ അകത്തേക്ക് പോലും വിളിക്കാതെ വിശേഷം ചോദിച്ചു തുടങ്ങിയല്ലോ. വാ അഞ്ജു, കയറി വാ. ശൈലജ മുന്നിൽ നടന്നു. അഞ്ജു കയറിയതും അവൾക്ക് മുന്നിൽ ആദി നടന്നു. അവൾ വലതുകാൽ വച്ചു കയറി. മനസ്സിൽ ആദിയുടെ പെണ്ണായി, ഈ വീടിൻ്റെ മരുമകളായി ഞാൻ കയറുന്നു എന്ന ഒരു ചിന്ത ഉടലെടുത്തതും അറിയാതെ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചു. പുറത്ത് വണ്ടിയുടെയും ആരുടെയോ ശബ്ദം കേട്ട് രേണു സുലോചനയുമായുള്ള സംസാരം അവസാനിപ്പിച്ച് മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. ആരോ അതിഥിയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ശ്രീമാമനായിരിക്കും എന്ന വിചാരത്തോടെ അവൾ ഒതുങ്ങി നിന്നു. എന്നാൽ ആദി വരുന്നതിന് പിന്നാലെ ഒരു പെണ്ണിനെ കണ്ടവൾ അതിശയിച്ചു. അവൾ കണ്ണെടുക്കാതെ അവളെ നോക്കി. അതിസുന്ദരിയായിരുന്നവൾ. പാല് പോലെ വെളുത്ത നിറത്തിൽ കറുത്ത സാരിയിൽ അവളുടെ സൗന്ദര്യം എടുത്തു കാണിച്ചു. നല്ല ശരീരവടിവുള്ള പെണ്ണ്. വില്ല് പോലെ വളഞ്ഞ കട്ടിപ്പുരികവും നീണ്ടുവിടർന്ന കണ്ണുകളും ചോര തൊട്ടെടുക്കാവുന്ന രീതിയിൽ വരച്ചു വച്ചിരിക്കുന്ന പോലെയുള്ള ചുണ്ടുകളും ഏതോ സിനിമാ നടിയെ പോലെ തോന്നിച്ചു. ആൾ ആരാണെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്ന രേണുവിനെ നോക്കി ശൈലജ അവളെ പരിചയപ്പെടുത്തി. രേണു, ഇത് അഞ്ജലി, ബാലേട്ടൻ്റെ സുഹൃത്തിൻ്റെ മോളാണ്. ഗീതുവിനെ അറിയില്ലേ? അവളുടെ പെങ്ങളാണ്. അവൾ അഞ്ജുവിൻ്റെ നേരെ തിരിഞ്ഞു. ഇതാണ് ആദിയുടെ ഭാര്യ രേണുക. കല്യാണം എടുപിടിയെന്ന് ആയതുകൊണ്ട് ആരെയും വിശദമായി വിളിക്കാനൊന്നും പറ്റിയില്ല. രേണുക അവളെ നോക്കി പുഞ്ചിരിച്ചു. രേണുവിനെ കണ്ടതും അഞ്ജുവിന് സമാധാനം തോന്നി. സാധാരണ ഒരു വെളുത്തു കുറച്ച് തടിച്ച പൊക്കമില്ലാത്തൊരു പെണ്ണ്, അല്ലാതെ ഒരു പ്രത്യേകതയും ഇല്ല. രേണുകയ്ക്ക് അഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും തിരികെ പുഞ്ചിരി കിട്ടിയില്ലെന്ന് മാത്രമല്ല, പകരം പുച്ഛഭാവത്തിലുള്ള നോട്ടം കിട്ടി. രേണു അമ്പരന്ന് അവളെ നോക്കി. നിങ്ങൾ ഇരുന്ന് വർത്തമാനം പറ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ആ ദേവിനെ കൂടെ വിളിക്ക്. അവനാണ് മുകളിൽ നിന്നും ഇപ്പോൾ താഴെ ഇറങ്ങില്ല. ശൈലജ അടുക്കളയിലേക്ക് നടന്നു. ആദ്യേട്ടാ, സത്യത്തിൽ ഞാൻ വന്നത് ഒരു സഹായം ചോദിക്കാനാണ്. വേറെ ആരോട് ചോദിക്കണമെന്ന് അറിയില്ല. എന്നെ കൈവിടരുത്. അവളുടെ സ്വരത്തിൽ ദയനീയത നിറഞ്ഞു നിന്നു. എന്താ എന്ന ചോദ്യഭാവത്തിൽ അവൻ അവളെ നോക്കി.
കാര്യം അറിയാനായി രേണു. അച്ഛൻ്റെ സ്വഭാവം അറിയാലോ ആദ്യേട്ടനെ. ഡിവോഴ്സ് എന്ന് കേട്ടപ്പോഴേ അച്ഛൻ മിണ്ടാതെയായി. അമേരിക്കയിൽ നിന്നും ഞാൻ വന്നിട്ട് എത്ര നാളായി എന്നോ. ഇതുവരെയും ആ വീട്ടിൽ തന്നെയായിരുന്നു. തുടർന്ന് പഠിക്കാനോ എന്തെങ്കിലും ഒരു ജോലി നോക്കാനോ അച്ഛൻ സമ്മതിക്കുന്നില്ല. വീട്ടിലിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. ഞാൻ പുറത്തു പോകുന്നത് നാണക്കേടുണ്ടാക്കുമെന്ന്. ആദ്യേട്ടൻ്റെ കാര്യം പറഞ്ഞ് ഗീതു ചേച്ചി എന്നോട് നേരെ മിണ്ടാതായിട്ട് വർഷങ്ങളായി. എനിക്കൊരു ജോലി തരണം. ക്വാളിഫിക്കേഷനൊക്കെ അറിയാമല്ലോ ഏട്ടന്. വെറും ബികോം ഡിഗ്രി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. തുടർന്ന് പഠിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും തൽക്കാലം ഒരു ജോലി കിട്ടിയാൽ മതിയാവും. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയുന്നവർ ആരും എനിക്ക് ജോലി തരില്ല. അച്ഛൻ ബിസിനസ്സുകാരനായതുകൊണ്ട് മോൾക്ക് പുറത്ത് ജോലി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. എക്സ്പീരിയൻസും ഇല്ല. അതുകൊണ്ട് പ്ലീസ് എനിക്കൊരു ജോലി തരണം. ഇതാണോ അഞ്ചു ഇത്ര വലിയ കാര്യം? അങ്ങോട്ടേക്ക് വന്ന ദേവ് അവളുടെ അടുത്തേക്കിരുന്നു. നമ്മുടെ ദീപ്തിയുടെ ഒഴിവുണ്ട് ഓഫീസിൽ, അതിലേക്ക് രേണുവിനെ എടുക്കാമെന്ന് ആദ്യേട്ടൻ പറഞ്ഞത്. പക്ഷേ കുറച്ചുകൂടി ബിസിനസ് കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളെന്ന നിലയ്ക്ക് ആ പൊസിഷൻ നമുക്ക് അഞ്ജുവിന് കൊടുത്തുകൂടേട്ടാ. അഞ്ജുവിൻ്റെ കൂടെ നിന്നും രേണു ഒക്കെ പഠിച്ചു വരട്ടെ. ആദ്യം എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് ശൈലജ എത്തി. അത് നല്ലതാ ആദി. അവളുടെ അച്ഛൻ്റെ കൂടെ ഓഫീസിലൊക്കെ പോയി നല്ല പരിചയമുണ്ടല്ലോ. ഗീതുവിനാണല്ലോ ഈ വക കാര്യങ്ങളിൽ താല്പര്യമില്ലാതിരുന്നത്. അഞ്ജുവിനെ കൂടെ കൂട്ടാതി. ശൈലജ തീരുമാനം പറഞ്ഞതും ആദ്യം തലയാട്ടി. പിന്നെ രേണുവിനെ നോക്കി. അവളുടെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമില്ല. കാരണം അഞ്ജു ആരെന്ന് അവൾക്കറിയില്ല. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ആലോചിച്ച് ആദ്യ വിയർത്തു. വൈകിട്ട് പതിവ് പോലെ തങ്ങളെ കാണാൻ വന്ന ആദിയുടെ മുഖത്തെ ഗൗരവഭാവം കണ്ട് ഗീതുവും ആര്യനും അമ്പരന്നു. സാധാരണ ദേവിൻ്റെയോ ദീപ്തിയുടെയോ കാര്യമാണെങ്കിൽ മാത്രമേ അവൻ ഇത്രയും സീരിയസ് ആയി മാറൂ. അവൻ അഞ്ജലി വന്ന കാര്യങ്ങളൊക്കെയും അവരോട് പറഞ്ഞു. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ഗീതു ഇരുന്നു. അഞ്ജുവിന് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മുമ്പൊരിക്കൽ അച്ഛൻ പറഞ്ഞത് ഓർത്തവൾ. പക്ഷേ ഇത്രയ്ക്ക് സീരിയസ് ആണോ എന്നറിയില്ലായിരുന്നു. ഡിവോഴ്സ് വരെ പോയ കാര്യങ്ങളൊന്നും അവൾ അറിഞ്ഞില്ല. അച്ഛനുമായി പിണങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി എന്ന് അവൾ ഓർത്തു. ആര്യനെ ചൊല്ലി എന്തോ പറഞ്ഞതാണ് അവൾക്ക് ദേഷ്യം വന്നത്. പണ്ടത്തെ വിദ്വേഷമൊക്കെ മാറി അവരെ സ്വീകരിച്ചെങ്കിലും ഇടയ്ക്ക് ഗീതവുമായുള്ള പ്രശ്നം വരുമ്പോഴെങ്കിലും ആര്യനെ കുത്തിപ്പറയുന്നത് അയാളുടെ ശീലമാണ്. ഒരിക്കൽ സഹിക്കവയ്യാതെ തിരികെ ഗീതവും എന്തൊക്കെയോ പറഞ്ഞു. ആ പ്രശ്നം കാരണം അച്ഛനും മകളും പിണങ്ങി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ആദിയുടെയും അഞ്ജുവിൻ്റെയും കാര്യത്തിൽ മുമ്പ് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അഞ്ജുമായി അവൾക്ക് പ്രത്യേകിച്ച് പിണക്കമൊന്നുമില്ലായിരുന്നു. നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഭാഗം ചേർന്ന് അവളും ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവളോടും പിണങ്ങി. നീ രേണുവിനോട് അഞ്ജുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഗീതു അവനോട് ചോദിച്ചു. ഇല്ല, അതിനുള്ള സാഹചര്യം ഇതുവരെയും വന്നിട്ടില്ല. എന്ന് എത്രയും പെട്ടെന്ന് പറയണം. വേറൊരാൾ പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടവരരുത്. അതുപോലെ നിന്റെ ഓഫീസിലല്ലാതെ വേറൊരിടത്തേക്ക് അഞ്ജുവിനെ മാറ്റാൻ കഴിയില്ലേ? പരിചയമുള്ള കമ്പനിയിൽ എവിടെയെങ്കിലും റെക്കമെൻഡ് ചെയ്യ്. അത് സാരമില്ല ഗീതു, എക്സ്പീരിയൻസ് ഒന്നുമില്ലാതല്ലേ അവൾക്ക്. അപ്പോൾ വേറൊരു കമ്പനിയിലും ബുദ്ധിമുട്ടായിരിക്കും. രേണുവിനോട് ഞാനെല്ലാം പറയാം. അവൾക്ക് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ, എന്നാൽ കുഴപ്പമില്ല. എന്നാലും ഒരകലത്തിൽ വേണം അവളോട് പെരുമാറാൻ. എന്തൊക്കെ പറഞ്ഞാലും അവൾ നിന്റെ മുൻ കാമുകയാണ്, അത് മറക്കരുത്. രേണുവിനത് ഫീലാകും. ആദ്യം സമ്മതിച്ചു. വെറുതെ ഓരോ കാര്യങ്ങളും പറഞ്ഞവർ ഇരുന്നു. ആദ്യം ഇറങ്ങാൻ നേരം പുറത്ത് ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് ആര്യനും ഒപ്പം ഇറങ്ങി. പെട്ടെന്ന് വരണമെന്ന് ഓർമ്മിപ്പിച്ചു ഗീതു. വണ്ടിയിലേക്ക് കയറി കുറച്ചു ദൂരം പിന്നിട്ടതും ആര്യൻ ആദിയെ നോക്കി. എന്താടാ നിന്റെ പ്രശ്നം? പഴയ കാമുകി തിരിച്ചു വന്നു എന്ന് കരുതി ഇത്രയും ഗൗരവവും ചിന്തയും ഒന്നും എനിക്കറിയാവുന്ന ആദിക്ക് വരാൻ വഴിയില്ല. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റാരേക്കാളും തന്നെ മനസ്സിലാക്കുന്ന ആര്യനെ നോക്കി അവൻ ചിരിച്ചു. പിന്നെ വണ്ടി ബീച്ചിലേക്ക് വിട്ടു. എന്താ നിനക്ക് പറയാനുള്ളത്? അത് എനിക്കൊരു സംശയം തോന്നുന്നു ആര്യ. ഗീതുവിൻ്റെ മുന്നിൽ വെച്ച് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അവർ സഹോദരങ്ങളല്ലേ. നിനക്കറിയാമല്ലോ അഞ്ജുവും ദേവും തമ്മിൽ എത്രത്തോളം സൗഹൃദം ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇന്നലെ അവർ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായി കാണാതിരുന്നത് കണ്ട 2 സുഹൃത്തുക്കളുടെ ഫീലല്ല എനിക്ക് കിട്ടിയത്. അവർ മുമ്പേ കണ്ടെന്നും സംസാരിച്ചെന്നും എനിക്ക് തോന്നുന്നു. അതിനിപ്പോൾ വലിയ സംശയം തോന്നേണ്ട കാര്യമില്ല എന്നറിയാം. പക്ഷേ അഞ്ജു പറഞ്ഞത് വർഷങ്ങൾക്കു ശേഷമാണ് അവൾ ദേവിനെ കാണുന്നത് എന്നാണ്. അഞ്ജു വന്ന് ചെറിയമ്മയോട് ഓരോന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്കൊരു സംശയവും തോന്നിയില്ല. പക്ഷേ ദേവ് വന്ന് ഓഫീസിൽ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ മുതൽ വല്ലാത്തൊരു സംശയം. അവൻ്റെ വലങ്കൈയാണ് ദീപ്തി. അവൻ്റെ കാഴ്ചപ്പാടിൽ അവൾ മരിച്ചു. മറ്റാരെയെങ്കിലും കൂട്ടുപിടിച്ച് അവൻ ആ വിടവ് നികത്തും എന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അഞ്ജുവിൻ്റെ കാര്യത്തിൽ എനിക്കത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്തോ ഒരു സംശയം.
ഇങ്ങനെ മനസ്സിൽ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോലിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ അധികം എതിർക്കാതിരുന്നത്. കൺമുന്നിൽ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അങ്ങനെയൊരു സംശയം നിന്റെ മനസ്സിൽ വീണിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും അവഗണിക്കേണ്ടതില്ല. സൂത്രത്തിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവളോട് ചോദിച്ചു നോക്ക്, ദേവുമായി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. വെറുതെ സംശയം വെച്ചിരുന്നിട്ട് കാര്യമില്ല. അത് ക്ലിയറാക്കി എടുക്കണം. ഇനി ദേവിൻ്റെ തിരിച്ചടി നേരിട്ടായിരിക്കും. ഓഫീസ് വഴിയോ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലോ ഇനി അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആക്രമണം നേരിട്ടായിരിക്കും. നീ എന്താ ആര്യ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ആദ്യ ആര്യനെ നോക്കി. ആദി, ദേവന് നിന്റെ ഓഫീസിൽ ഒരു കുഴപ്പവും നടത്താൻ ശ്രമിക്കില്ല. കാരണം രേണുവിൻ്റെ കാര്യത്തിൽ തന്നെ മിസ്റ്റേക്ക് പറ്റി. ഇനി ഒരു ഫയൽ മോഷണമോ തിരിമാറിയോ അവൻ നടത്തില്ല. കാരണം നീ ജാഗരൂകമായിരിക്കുമെന്ന് അവൻ അറിയാം. പിന്നെ അവൻ്റെ ആളെ വെച്ച് നിന്നെ കല്യാണം വഴി കൊടുക്കാനും ഇനി നടക്കില്ല. പോരാത്തതിന് അവൻ്റെ ശത്രു ശ്രീമാമനും വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും അവൻ്റെ പ്ലാൻ. നിന്നെയോ രേണുവിനെയോ അപായപ്പെടുത്താനായിരിക്കും അവൻ്റെ ശ്രമം. ഇനി സംശയിക്കുന്നത് പോലെ അഞ്ജുവിനെയും അവനൊപ്പം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവളെയും ഏതെങ്കിലും രീതിയിൽ നിനക്കെതിരെ കരുവാക്കും. ആര്യൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് ആദിക്കും മനസ്സിലായി. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ താൻ ഒരുപാട് ശ്രദ്ധിച്ചേ മതിയാകൂ. അഞ്ജുവിനെ പറ്റി സംശയം ഉറപ്പിക്കുകയാണെങ്കിൽ ഗീതുവിനോട് പറയാം നമുക്ക്. ആര്യൻ ആലോചനയോടെ പറഞ്ഞു. ആദിക്കത് ശരിയാണെന്ന് തോന്നി. തങ്ങളുടെ ഒപ്പം നിൽക്കുന്നവളാണ് ഗീതു. അവളോട് ഒന്നും മറച്ചു വയ്ക്കുന്നത് ശരിയല്ല. ദേവിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് ആലോചിച്ച് ആദിക്ക് ഉള്ളിലൊരു പേടി തോന്നി. ആര്യൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും ആദിയുടെ മനസ്സ് മാറിയില്ല. അതേ ചിന്തകളിൽ തന്നെയാണ് അവൻ വീട്ടിലേക്ക് വന്നതും. കോളിംഗ് ബെൽ കൊടുത്ത് അവൻ പുറത്ത് കാത്തു നിന്നു. വാതിൽ തുറന്നു തന്ന അഞ്ജുവിനെ കണ്ടതും അവൻ ആകെ ഞെട്ടി. നീ എന്താ ഇവിടെ? പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾക്ക് സങ്കടമായി. അവന് തന്നെ കാണുമ്പോൾ സന്തോഷമാകുമെന്ന് കരുതിയത്. ജോലി നോക്കുവാണെങ്കിൽ അച്ഛൻ ഇനി അങ്ങോട്ട് പോകേണ്ട എന്ന് പറഞ്ഞു അതേട്ടാ. എനിക്ക് പോകാൻ വേറെ ഇടമില്ല. അപ്പം ആൻറ്റിയും ദേവുമാ പറഞ്ഞത് ഇവിടെ നിൽക്കാം. തൽക്കാലം ഏതെങ്കിലും സംവിധാനം ഉണ്ടാകുന്നത് വരെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. മറ്റൊന്നും പറയാതെ ആദ്യം അകത്തേക്ക് കയറി. ആദ്യേട്ടന് ഇഷ്ടമായില്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് നിന്നെ ഇവിടെ ഈ നേരത്ത് കണ്ടപ്പോൾ ചോദിച്ചതാ. കഴിക്കാൻ എടുക്കട്ടെ ഞാൻ? അവൾ ഉത്സാഹത്തോടെ അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി. വേണ്ട, രേണു കഴിച്ചു കാണില്ല. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. അഞ്ജുവിൻ്റെ മുഖം മങ്ങി. അപ്പോഴേക്കും രേണു വന്നിരുന്നു. നീ കിടക്കുകയായിരുന്നോ? വയ്യേ? അവൻ അടുത്തേക്ക് ചെന്ന് അവളുടെ നെറ്റിൽ കൈവച്ച് നോക്കി. ചെറിയൊരു തലവേദന പോലെ. കിടന്നപ്പോഴേക്കും മയങ്ങിപ്പോയി. എന്നിട്ടും വണ്ടിയുടെ സൗണ്ട് കേട്ട് എണീറ്റ് വന്നതാ. കഴിക്കാൻ എടുക്കട്ടെ? എടുക്ക്. ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. രേണു അടുക്കളയിലേക്ക് നടക്കുമ്പോൾ പുറകെ ആദ്യം അങ്ങോട്ട് ചെന്നു. ഡ്രസ്സ് മാറിയിട്ട് വാദിയേട്ടാ, അവൾ അവനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. ഇതെല്ലാം കണ്ട് അഞ്ജു അവരെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് രേണു അവളെ ശ്രദ്ധിച്ചത്. അഞ്ജുവിൻ്റെ ഉറക്കം പോയോ? ആദ്യേട്ടനെന്നും താമസിക്കും. അതുകൊണ്ട് ഞങ്ങൾ താമസിച്ച് കഴിച്ചാണ് കിടക്കാറ്. അഞ്ജു പോയിക്കോ. അവൾ ചെറുതായൊന്ന് തലയാട്ടി തിരിഞ്ഞു നടന്നു. റൂമിലെത്തി അഞ്ജു കുറച്ചു നേരം ആലോചിച്ചിരുന്നു. അവർ തമ്മിൽ കാര്യമായ പിണക്കമൊന്നും കാണാനില്ല. അതോ ഇനി തന്നോടുള്ള പിണക്കം കാരണം തന്നെ കാണിക്കാൻ വേണ്ടി ആദ്യേട്ടൻ അവളോട് മിണ്ടുന്നതാണോ? ഒന്നും മനസ്സിലാകാതെ അഞ്ജു കിടന്നു. പിന്നെ അവൾ ദേവിനെ വിളിച്ചു. മുകളിൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം താഴെ കേൾക്കാമായിരുന്നു. എന്താ അഞ്ജു ഈ സമയത്ത് വിളിക്കുന്നത്? നീ ഉറങ്ങിയില്ലായിരുന്നോ? ദേവ്, ആദ്യേട്ടന് രേണുവിനോട് ഇഷ്ടമൊന്നുമില്ലല്ലോ. എനിക്കെന്തോ അവർ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ആര് പറഞ്ഞു? പുറമേ ഒന്നും കാണിക്കുന്നതല്ല എന്നേ ഉള്ളൂ. ഒന്നുകിൽ അമ്മ കാണാൻ വേണ്ടി നല്ല ഭാര്യാഭർത്താക്കന്മാരാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ അഭിനയിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ആദ്യേട്ടൻ രേണുകയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവളോട് സ്നേഹം അഭിനയിക്കുന്നതായിരിക്കും. അങ്ങനെയാണോ? അതെ. അല്ലാതെ ഇത്രയും പോലീസ് കേസും നാണക്കേടും ഉണ്ടാക്കിയ അവളെ ആദ്യേട്ടൻ എടുത്ത് തലയിൽ വെക്കുമായിരുന്നോ? ആലോചിച്ചപ്പോൾ അഞ്ജുവിനും അത് ശരിയാണെന്ന് തോന്നി. നിന്നെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ആദ്യേട്ടന് കഴിയില്ല. കാരണം പുള്ളിയുടെ ദേഷ്യവും മറ്റും കാരണമാണ് നീ വിട്ടിട്ട് പോയതെന്ന് ഏട്ടന് നന്നായി അറിയാം. എത്രയോ തവണ നിന്റെ ചേച്ചിയുമായി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് കേട്ടപ്പോൾ അഞ്ജുവിന് സന്തോഷമായി. കോൾ വെച്ച് വല്ലാത്തൊരു സമാധാനത്തോടെ അവൾ കിടന്നുറങ്ങി. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ പലതവണ അഞ്ജുവിൻ്റെ കാര്യം രേണുവിനോട് പറയണമെന്ന് ആദ്യം ചിന്തിച്ചു. പക്ഷെ ഇവിടെ വെച്ചൊരു സംസാരം ശരിയാകില്ല. പതിവിലും ഗൗരവമായിരുന്നു ഭക്ഷണം കഴിക്കുന്ന ആദ്യയെ കണ്ടതും രേണുവിന് സംശയമായി.
സാധാരണ ഈ സമയം എന്തെങ്കിലും കുസൃതികളുമായി അവൻ തൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദ്യേട്ടാ? എന്താ വല്ലാതിരിക്കുന്നേ? പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമുണ്ട്. നാളെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാം, അപ്പോൾ പറയാം. പിന്നെ രേണു ഒന്നും ചോദിച്ചില്ല. റൂമിൽ വന്നപ്പോൾ നിനക്ക് തലവേദനയല്ലേ, കിടന്നോ എന്ന് പറഞ്ഞ് ബാൽക്കണിയിലേക്ക് പോകുന്ന ആദ്യം കണ്ടതും അവൾക്ക് മനസ്സിലായി ചെറിയ കാര്യമൊന്നുമല്ല പറയാനുള്ളത് എന്ന്. എന്നാലും അവനോടൊന്നും ചോദിച്ച് ശല്യപ്പെടുത്തിയില്ല. അവൾ കിടന്നുറങ്ങി. ദേവിൻ്റെ മുറിയിൽ വെച്ചിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു ആദി. ദേവും അഞ്ജുമായുള്ള ഫോൺ സംഭാഷണം മുഴുവൻ അവൻ കേട്ടു. തൻ്റെ സംശയം ശരിയായിരിക്കുന്നു. ദേവ് തന്നെയാണ് അഞ്ജുവിൻ്റെ പിറകിൽ. ദീപ്തി ഇല്ലാത്തതുകൊണ്ട് അഞ്ജുവിനെ അവൻ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇത് തടുത്തേ മതിയാകൂ. ഇല്ലെങ്കിൽ അവൻ ഒരുക്കിയ ചതിക്കുഴിയിൽ അഞ്ജു വീഴും. എന്തൊക്കെ പറഞ്ഞാലും ആരെയും ദ്രോഹിക്കാനുള്ള മനസ്സൊന്നും അഞ്ജുവിനില്ല. പക്ഷെ ദേവുമായുള്ള കൂട്ടുകെട്ട് അവളുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കും. അത് പാടില്ല. തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ആദ്യ റൂമിലേക്ക് കയറി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ ആദ്യ രേണുവിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയി. അവൾ വേണ്ടെന്ന് എത്ര നിർബന്ധിച്ചിട്ടും അവൻ ഡ്രസ്സുകൾ എടുപ്പിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ മിണ്ടാതെ നിന്നു. ഷോപ്പിംഗ് കഴിഞ്ഞതും ഇരുവരും ബീച്ചിലേക്ക് പോയി. വൈകുന്നേരത്തെ കാറ്റുമേറ്റ് അവൻ്റെ കൈയും പിടിച്ചവൾ നടന്നു. മുൻപ് സ്ഥിരം വരുമായിരുന്നു ഇവിടെ, അച്ഛനും അമ്മയും ഞാനും. മാസത്തിൽ ഒരു സിനിമ, പുറത്തുള്ള ഭക്ഷണം, പിന്നെ ബീച്ചിൽ വന്ന് ഐസ്ക്രീം. അന്നൊക്കെ ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കും. എന്നെ സംബന്ധിച്ചുള്ള ആഡംബര ദിവസം. രേണു വാചാലയായി. അവളെ കേട്ട് നിശബ്ദം നടന്നു ആദ്യമായിട്ടാണ് രേണു മനസ്സ് തുറക്കുന്നത്.